ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن نبينا ومولانا محمد عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. وأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് വലിയ കരുണയും കൃപയും ഔദാര്യമുള്ളവനാണ്. അതിൻ്റെ പേരിലാണ് അല്ലാഹു നമുക്ക് ഉന്നതമായ വിജയം നേടിയെടുക്കുന്നതിന് ഈ ജീവിതം നൽകിയിരിക്കുന്നത്. ഈ ജീവിതത്തിൻ്റെ ഓരോ മാസങ്ങളും ഓരോ ദിവസങ്ങളും രാപകലുകളും എന്നല്ല ഓരോ നിമിഷങ്ങളും പടച്ചവന്റെ വലിയ അനുഗ്രഹവും ഔദാര്യവുമാണ്. എന്നാൽ അടിമകളായ നമ്മളുടെ ബലഹീനത മനസ്സിലാക്കിയ അല്ലാഹു തആല നമ്മളോട് ചെയ്ത മറ്റൊരു അനുഗ്രഹമാണ് അമൂല്യമായി ജീവിതത്തിനിടയിൽ അമൂല്യങ്ങളിൽ അമൂല്യങ്ങളായ ചില സന്ദർഭങ്ങളെ നൽകി എന്നുള്ളത്. അനുഗ്രഹീത റമദാൻ മാസം അതിൽ വളരെ പ്രധാനപ്പെട്ട സമയമാണ്. ഒരു വർഷം മുഴുവനും പ്രധാന നിമിഷങ്ങളാണെങ്കിലും അനുഗ്രഹീത റമദാൻ മാസം ഒരു വർഷത്തിൽ വന്നുപോയ വീഴ്ചകളെ പരിഹരിക്കുന്നതിനും വരും കാലത്തേക്ക് ഊർജം സംഭരിക്കുന്നതിനും അല്ലാഹു നൽകിയ അപാരമായ ദാനമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു ഇതുപോലുള്ള സന്ദർഭങ്ങൾ എല്ലാ സമുദായങ്ങൾക്കും നൽകിയിരുന്നു. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നോമ്പിനെ പറ്റി പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, കുത്തിബ അലൈക്കുമുസ് സിയാം, നിങ്ങളുടെ മേൽ നോമ്പ് നിയമമാക്കപ്പെട്ടിരിക്കുന്നു. കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ മേലും നോമ്പ് നിയമമാക്കപ്പെട്ടിരുന്നു. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളുടെ ജീവിതത്തിന്റെ ചാലകശക്തിയായ തഖ്വ, ഭയഭക്തി, അത് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിനാണ് അല്ലാഹു നോമ്പിനെ നിങ്ങൾക്ക് നിയമമാക്കിയിരിക്കുന്നത്. അതിനുശേഷം അല്ലാഹു പറയുന്നു, അയ്യാമം മഅദൂദാത്ത്, എണ്ണപ്പെട്ട ഏതാനും ദിവസങ്ങളാണ്. സാധാരണ നമ്മൾ ഒരു മാസം നോമ്പ് പിടിക്കണമെന്നെല്ലാം പറഞ്ഞ് ശ്വാസം വലിച്ച് വിടാറുണ്ട്. പക്ഷെ ഖുർആൻ പറയുന്നു എണ്ണപ്പെട്ട ഏതാനും ദിവസങ്ങൾ. അടുത്ത ആഴ്ച ഈ സമയത്ത് നമ്മൾ ജീവിച്ചിരിക്കുന്നെങ്കിൽ നോമ്പിലായിരിക്കും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പിന്നെ ഒരൊറ്റയടിക്ക് സമയങ്ങൾ കടന്നുപോയി, പിന്നെ നമ്മൾ നിൽക്കുന്നത് നോമ്പില്ലാത്ത അവസ്ഥയിലാണ്. പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളുടെ പാപങ്ങളും കുറ്റങ്ങളും കൂടിയ കാരണത്താൽ സമയം വളരെ വേഗതയിലാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് അല്ലാഹു പറയുന്നു എണ്ണപ്പെട്ട ഏതാനും ദിവസങ്ങളാണ് മഅദൂദാത്ത്. ഇതിന് നിങ്ങൾ വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധയോടെ ചെലവഴിക്കാൻ
നിങ്ങൾ തയ്യാറാകണം. അതെങ്ങനെയാണ്? ഒന്ന്, നമ്മളെല്ലാവരും നോമ്പ് പിടിക്കണം. നമ്മളുടെ വീട്ടിലുള്ളവർ, നമ്മളുടെ മക്കൾ, ചെറുമക്കൾ, മരുമക്കൾ, മാതാപിതാക്കൾ, ബന്ധുമിത്രങ്ങൾ, പരിസരങ്ങൾ എല്ലാവരും നോമ്പ് പിടിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. പടച്ചവന്റെ അനുഗ്രഹങ്ങൾ കവിഞ്ഞൊഴുകുന്ന ഐശ്വര്യങ്ങളുടെ മന്ദമാരുതൻ അടിച്ചു വീശുന്ന സുവർണ നിമിഷങ്ങളാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് ആദ്യമായി നാം എല്ലാവരും തീരുമാനമെടുക്കണം. നമ്മൾ നോമ്പ് പിടിക്കുമെന്ന്, നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നോമ്പിന് വേണ്ടി പ്രേരിപ്പിക്കുമെന്ന്. മാഷാ അല്ലാഹ്, നമുക്ക് കേരളീയരെ സംബന്ധിച്ചിടത്തോളം നോമ്പിന് പ്രയാസമേ അല്ല. മറ്റ് സ്ഥലങ്ങളിൽ കടുത്ത ചൂടനുഭവപ്പെടുന്നു, ദീർഘമായ സമയം നോമ്പിന് വരുന്നു. എന്നിട്ടും അല്ലാഹുവിന്റെ ദാസന്മാരും ദാസികളും കൃത്യമായി നോമ്പനുഷ്ഠിക്കുന്നു. അതുപോലെ ചിലർ എല്ല് മുറിയുന്ന പണിയെടുത്തുകൊണ്ട് നോമ്പനുഷ്ഠിക്കുന്നു. അതുകൊണ്ട് ഒന്നാമതായി നാം എല്ലാവരും നിയ്യത്ത് ചെയ്യുന്ന അല്ലാഹു നമുക്കെല്ലാവർക്കും നോമ്പ് പിടിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നേരത്തെ കാലത്തെ കുടുംബത്തിലുള്ളവർ, നമ്മളുമായി ബന്ധപ്പെട്ടവരോടെല്ലാം നോമ്പ് പിടിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രേരിപ്പിക്കണം. രണ്ടാമതായി അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ അറിയിക്കുന്നൊരു കാര്യമാണ്, നിങ്ങൾ നോമ്പ് പിടിക്കണം, നോമ്പ് പിടിക്കേണ്ടതുപോലെ നോമ്പ് പിടിക്കണം. ദീനിൽ എല്ലാ കാര്യങ്ങൾക്കും രണ്ട് കൽപ്പനയുണ്ട്. ഒന്ന് ചെയ്യണം, രണ്ട് ചെയ്യേണ്ടതുപോലെ ചെയ്യണം. നമസ്കരിക്കണം, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചതുപോലെ നമസ്കരിക്കണം. സക്കാത്ത് കൊടുക്കണം, അതിന്റെ മര്യാദകൾ പാലിച്ചുകൊണ്ട് സക്കാത്ത് കൊടുക്കണം. ഹജ്ജ്, ദഅവത്ത്, പരസ്പര ബന്ധങ്ങൾ, വിവാഹം, മുഴുവൻ കാര്യങ്ങൾക്കും രണ്ട് നിർദ്ദേശമാണ്. ഒന്ന് നിങ്ങൾ ചെയ്യണം, രണ്ട് ചെയ്യേണ്ടതുപോലെ ചെയ്യണം. ഇതുപോലെ നോമ്പിന്റെ വിഷയത്തിലും അല്ലാഹു പറയുന്നു, നോമ്പ് നിങ്ങൾ പിടിക്കേണ്ടതുപോലെ പിടിക്കണം. അതെങ്ങനെയാണ്? ഖുർആൻ പറയുന്നു, 4 മര്യാദകൾ നിങ്ങൾ പാലിക്കണമെന്ന് നിയ്യത്തിൽ പറയാനും കേൾക്കാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒന്ന്, ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. മുഴുവൻ മനുഷ്യർക്കും മാർഗദർശനമായ പരിശുദ്ധ ഖുർആൻ അവതരിച്ച മാസമാണ് റമദാൻ മാസം. അതുകൊണ്ട് നിങ്ങൾ ഈ മാസത്തിൽ പരിശുദ്ധ ഖുർആനുമായി അധികമായി ബന്ധപ്പെടണം. ഖുർആൻ ശരീഫ് ധാരാളമായി ഓതണം, ധാരാളമായി കേൾക്കണം, ധാരാളമായി മനസ്സിലാക്കണം, ധാരാളമായി ഉൾക്കൊള്ളണം, ധാരാളമായ ഖുർആനിന്റെ സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം. അള്ളാഹു നമുക്ക് ഒരു ഖത്മെങ്കിലും പൂർത്തീകരിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു ദിവസം ഒരു ജുസ് വെച്ച് ഓതിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് റമദാനിന്റെ അവസാനത്തിൽ ഒരു ഖത്മ പൂർത്തിയാക്കാൻ സാധിക്കും. ഇത് ഏറ്റവും കുറവാണ്. ഇതിൽ കൂടുതൽ ധാരാളം ദാസന്മാർ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ നമ്മൾ ഖുർആൻ അധികമായി കേൾക്കണം. അതിന്റെ അങ്ങേയറ്റം മഹനീയമായ ഒരു സന്ദർഭമാണ് തറാവീഹ് നമസ്കാരം ഹാഫിളീങ്ങളുടെ പുറകിൽ നമസ്കരിക്കുക എന്നുള്ളത്. അൽഹംദുലില്ലാഹ്, നമ്മളുടെ ഈ മസ്ജിദിൽ പല മസ്ജിദുകളിലും ഹാഫിളുകൾ ഇമാമത്തായി നിൽക്കുന്നുണ്ട്. അതിനെ ഒരു ഭാരമായി കാണരുത്. അവിടെ കുറേ നേരം നിൽക്കേണ്ടി വരും എന്നല്ല നമ്മൾ പറയേണ്ടത്. ഹാഫിളിന്റെ പുറകിൽ കുറേ നേരം നിന്നും ഇരുന്നും നമുക്ക് നമസ്കരിക്കാൻ സാധിക്കുന്നല്ലോ എന്ന് നമ്മൾ അല്ലാഹുവിനെ വാഴ്ത്തണം, പുകഴ്ത്തണം. ഹാഫിളിന്റെ പുറകിൽ കൃത്യനിഷ്ഠയോടുകൂടി നമസ്കരിക്കുന്നവർക്ക് പരിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെയും ഒരു പ്രാവശ്യം കേൾക്കുന്ന കൂലി അല്ലാഹു നൽകുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ പരിശുദ്ധ ഖുർആൻ അധികമായി കേൾക്കണം, പരിശുദ്ധ ഖുർആൻ അധികമായി നമ്മൾ മനസ്സിലാക്കണം, ഖുർആനിക രചനകൾ പാരായണം ചെയ്യണം.
ആലിമീങ്ങളുടെ ഖുർആനിന്റെ ദർസുകളുണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കണം. അതുപോലെ നമ്മൾ പരിശുദ്ധ ഖുർആൻ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. നമ്മുടെ കുടുംബത്തിന് എത്തിച്ചു കൊടുക്കണം, നാട്ടുകാർക്ക് എത്തിച്ചു കൊടുക്കണം. നോമ്പുതുറ സർക്കാരുകളിൽ നിന്ന് വ്യാപകമായിട്ടുണ്ട്. നമസ്കാരത്തിൽ നിന്നും കുഴപ്പമുണ്ടാകാതെയും ദൂർത്തടിക്കാതെയും നല്ല കാര്യമാണ്. അതിൽ അമുസ്ലിമീങ്ങളെയും വിളിക്കാറുണ്ട്, യാതൊരു കുഴപ്പവുമില്ല. പക്ഷെ അവർക്ക് പൊറോട്ടയും ഇറച്ചിയും കൊടുക്കുന്നതിനേക്കാളും ഉപരി അവർക്ക് ഖുർആനിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കും, ഖുർആനിക രചനകൾ കൊടുക്കും. അതുകൊണ്ട് ഈ രീതിയിൽ നമ്മൾ പരിശുദ്ധ ഖുർആനുമായി റമദാൻ മാസത്തിൽ ബന്ധപ്പെടണം. അതിലൂടെ നമ്മുടെ നോമ്പ് ശരിയായ നോമ്പായി തീരും. നോമ്പിന്റെ രണ്ടാമത്തെ മര്യാദ وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ أُجِيبُ دَعْوَةَ الدَّاعِ إِذَا دَعَانِ فَلْيَسْتَجِيبُوا لِي وَلْيُؤْمِنُوا بِي لَعَلَّهُمْ يَرْشُدُونَ. റമദാൻ മാസത്തെ നമ്മൾ ദിക്റുകളും ദുആകളും കൊണ്ട് അലങ്കരിക്കും. അധികമായി ദിക്റും ദുആയും ചെയ്യൽ. രാവിലെ പുലർക്കാലത്ത് നമ്മൾ എഴുന്നേൽക്കുന്നു. പലപ്പോഴും മറ്റു സമയത്ത് എഴുന്നേൽക്കാൻ പറ്റാറില്ല. അതിനെ നമ്മൾ അത്താഴം കഴിക്കാനും ഉപയോഗിക്കും, ദിക്റുകളും ദുആക്കളും ചെയ്യൽ. ദിക്ർ ദുആക്കളെ പറ്റി ഇന്ന് വലിയൊരു തെറ്റിദ്ധാരണയുണ്ട്. ഒന്ന്, മെയ്ക്കെടുത്ത് വെച്ച് കത്തുകയും കാറുകയും ചെയ്താലേ ദിക്റും ദുആയും ആകുകയുള്ളൂ. ജനങ്ങളെ ശല്യപ്പെടുത്തുന്ന നിലയിൽ മെയ്ക്കിന്റെ ഉപയോഗം ഹറാമാണ്, പാതകമാണ്, കുറ്റമാണ്. പിന്നെ ആവശ്യത്തിന് ശബ്ദമെടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും ഖുർആൻ പറയുന്നു ഏറ്റവും വലിയ ദിക്റും ദുആയും ഉദ്ഉ റബ്ബക്കും തദർറുഅൻ വഖുഫിയ, പടച്ചവനോട് വിനയം കാണിച്ചുകൊണ്ടും ശബ്ദം കുറച്ചും നിങ്ങൾ ദിക്റും ദുആയും ചെയ്യലാണ്. അതുപോലെ ഫർദ് നമസ്കാരങ്ങൾ കൃത്യമായി നമസ്കരിക്കും, തഹജ്ജുദ് നമസ്കരിക്കും, ഫർദ് നമസ്കാരങ്ങൾ നിർവഹിക്കും. ഏറ്റവും വലിയ ദിക്റാണ് നമസ്കാരം. സുബഹി കഴിഞ്ഞ് കുറച്ച് ഖുർആൻ ഓതി പിന്നീട് നമ്മൾ ജോലികൾക്കും മറ്റും പോകുന്നു, അല്ലെങ്കിൽ വിശ്രമിക്കുന്നു, ദിക്റുകളും ദുആക്കളും ചെയ്തുകൊണ്ടിരിക്കും. ളുഹർ അസർ നമസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കും. പ്രത്യേകിച്ച് മഗ്രിബും ഇശായി നമസ്കാരം നമ്മൾ ജമാഅത്തായി നമസ്കരിക്കും. സ്ത്രീകൾ അവ്വൽ വഖ്തിൽ നമസ്കരിക്കും. റമദാൻ മാസത്തിന്റെ വലിയൊരു അനുഗ്രഹമാണ് ലൈലത്തുൽ ഖദറിന്റെ രാവ്. ഈ രാവ് കരസ്ഥമാക്കാനുള്ള ഏറ്റവും ലളിതമായ മാർഗമായി പണ്ഡിതന്മാർ പറയുന്നത് റമദാൻ മാസത്തിൽ മഗ്രിബ് ഇശാ നമസ്കാരങ്ങൾ ജമാഅത്തായി നമസ്കരിക്കലാണ്. ഈ രണ്ട് നമസ്കാരം ജമാഅത്തായി നമസ്കരിക്കുന്നവർക്ക് ലൈലത്തുൽ ഖദർ അടിസ്ഥാനപരമായി ലഭിക്കുന്നതാണ്. ആ കഷ്ടം നമ്മൾ നോമ്പുതുറയുടെ പേര് പറഞ്ഞ് പലരും മഗ്രിബ് നമസ്കാരം ജമാഅത്ത് നഷ്ടപ്പെടുത്തുന്നു. പലരും ഇശാ നമസ്കാരം ബന്ധിപ്പിച്ച് തറാവീഹിന്റെ സമയത്ത് പുറകിൽ വന്ന് ഉറക്കം നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ജമാഅത്ത് നമസ്കാരത്തിൽ ശ്രദ്ധിക്കുന്നു. സ്ത്രീകൾ അവ്വൽ വഖ്തിൽ നമസ്കരിക്കും. അതുപോലെ നോമ്പ് തുറക്കുന്നതിന് മുമ്പ് മറ്റ് സമയങ്ങളിലും അല്ലാഹുവിനോട് ദുആ ചെയ്യും. പടച്ചവനോട് അധികമായി ദുആയിരക്കിൽ നമ്മളുടെ നോമ്പ് ദിക്റിനും ദുആയിനും നമ്മൾ വലയം ചെയ്യും. അതിലേറ്റവും വലിയ ഗുണം അടുത്ത് പറയുന്ന മര്യാദ നമുക്ക് പാലിക്കാൻ സാധിക്കുകയും ചെയ്യും. പാപങ്ങളിൽ നിന്ന് അകന്നു കഴിയാൻ പറ്റും. എല്ലാ സമയത്തും ദിക്റിനും ദുആയിനും തന്നെ കഴിയും. നോമ്പാകാനുള്ള മൂന്നാമത്തെ മര്യാദ നോമ്പിന്റെ നിയമങ്ങളും മര്യാദകളും പാലിക്കലാണ്. أحل لكم ليلة الصيام الرفث إلى نسائكم هن لباس لكم وأنتم لباس لهن. പടച്ചവന്റെ കാരുണ്യം കൊണ്ട് ഇത് പ്രത്യേക ശൈലിയിലാണ് പറയുന്നത്. എന്റെ ദാസന്മാരെ, രാത്രി സമയത്ത് നിങ്ങൾ ഭാര്യമാരുമായി ബന്ധപ്പെട്ടുകൊള്ളിൻ, ആഹാരപാനീയങ്ങൾ ഉപയോഗിച്ചുകൊള്ളിൻ. സുബ്ഹാനല്ലാഹ്. അതായത് പകലിൽ ഉപയോഗിക്കരുത്. അത്താഴം കഴിച്ചു കഴിഞ്ഞ് നോമ്പ് തുറക്കുന്നത് വരെയും ആഹാരപാനീയങ്ങളുമായി ബന്ധപ്പെടരുത്. ഭാര്യ ഭർത്തൃ ബന്ധം പാടില്ല. അതുപോലെ നോമ്പിന്റെ മര്യാദകൾ പാലിക്കും. നാവിനെ സൂക്ഷിക്കുക, കാതിനെ സൂക്ഷിക്കുക, കണ്ണിനെ സൂക്ഷിക്കുക, വയറിനെ സൂക്ഷിക്കുക, ആഹാരം ചുരുങ്ങിയ നിലയിൽ ഭക്ഷിക്കുക, മുഴുവൻ അവയവങ്ങളെയും സൂക്ഷിക്കുക.
ഇതാണ് നോമ്പിന്റെ 6 മര്യാദകളായി പണ്ഡിതന്മാർ പറയുന്നത്. നാവിനെ സൂക്ഷിക്കൽ, പാപകരമായ കാര്യങ്ങളിൽ നിന്നും. നേരത്തെ പറഞ്ഞു, നമുക്ക് സമയമില്ല, ദിക്റും ദുആയും ചെയ്യൽ. അതുപോലെ കാതിനെ സൂക്ഷിക്കൽ, പറയുന്നത് തെറ്റാണോ കേൾക്കുന്നത് തെറ്റാണ്. കാഴ്ചയെ സൂക്ഷിക്കൽ, കണ്ണിനെ സൂക്ഷിക്കൽ, അവയവങ്ങളെ സൂക്ഷിക്കൽ, വയറിനെ സൂക്ഷിക്കൽ. ഈ രീതിയിൽ സഹോദരങ്ങളെ നോമ്പായി തീരും. നമ്മുടെ ജീവിതത്തിൽ പക്വതയും പാകതയും വരും. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെ വെളിച്ചത്തിൽ ഒരു കൂട്ടം പണ്ഡിതന്മാർ പറയുന്നു, ആരെങ്കിലും നോമ്പ് പിടിക്കുന്നു, അവന്റെ നാവും കാതും കണ്ണും സൂക്ഷിക്കുന്നില്ല എങ്കിൽ അവന് നോമ്പ് ബാത്തിലായി പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. ഭൂരിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് ബാത്തിലാകത്തില്ല, പക്ഷെ നോമ്പിന്റെ ഫലവും നോമ്പിന്റെ ഗുണവും ഉണ്ടാവുകയില്ല. നമ്മൾ ആശുപത്രിയിൽ പോയി ചികിത്സിക്കുന്നു, രോഗം കൂടിക്കൊണ്ടിരിക്കുന്നു, എന്തർത്ഥമാണുള്ളത്? അതുകൊണ്ട് നോമ്പൊരു ശിക്ഷണമാണ്, ശീലനമാണ്. നമ്മുടെ ജീവിതത്തെ നമ്മുടെ വരുതിയിൽ കൊണ്ടുവരാൻ, പടച്ചവന്റെ പൊരുത്തത്തിന്റെ മാർഗത്തിൽ തള്ളി ഇറക്കാനുള്ളൊരു മാർഗമാണ് റമദാനിന്റെ നോമ്പ്. അതിന് നമ്മൾ ഈ മര്യാദകൾ പാലിക്കണം. മര്യാദ പാലിക്കാൻ വേണ്ടി നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ ദിക്റും ദുആയിൽ കെട്ടിപ്പൂട്ടിയിടും. രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ചിന്ത, ഇൻഷാ അല്ലാഹ് എനിക്കൊരു 1000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന് ചൊല്ലി തീർക്കണം, ഒരു 300 സ്വലാത്ത് ചൊല്ലി തീർക്കണം, ഒരു ജുസ് ഖുർആൻ ഓതണം, എനിക്ക് ദീനിന്റെ സദസ്സിന് പങ്കെടുക്കണം, ഉന്മേഷത്തോടെ പങ്കെടുക്കണം, എനിക്ക് ഉന്മേഷത്തോടെ തറാവീഹ് നമസ്കരിക്കണം, എനിക്ക് ജീവിതത്തിൽ ഖുർആൻ അധികമായി ഓതാൻ സാധിച്ചിട്ടില്ല, ഹാഫിളുകളുടെ പുറകിൽ നമസ്കരിക്കണം, കോട്ടുമായിട്ടും അലസമായും എങ്ങനെയും നമസ്കരിക്കുന്ന സ്വഭാവം മാറ്റി റാഹത്തായി നമസ്കരിക്കണം. ഈ ഒരു ലക്ഷ്യം നമ്മൾ മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിനെയും കാതിനെയും നാവിനെയും സൂക്ഷിക്കാൻ പറ്റും. കച്ചവടത്തിന് സമയത്ത് പോകുന്ന ഏത് വ്യക്തിയാണ് റോഡിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയം സംസാരിക്കുന്നത്? കൃത്യസമയത്ത് ട്രെയിൻ വരും എന്നറിയുന്ന ആരാണ് ജനങ്ങളുമായി സല്ലപിക്കാനും ചിരിക്കാനും കളിക്കാനും സന്നദ്ധമാകുന്നത്? ഇതുപോലെ റമദാനിന്റെ ദിവസങ്ങളെ, രാവുകളെ, മണിക്കൂറുകളെ നമ്മൾ സൂക്ഷിച്ച് ചെലവഴിക്കുക. ഇതാണ് നോമ്പിന്റെ 4ാമത്തെ മര്യാദ. നോമ്പിന്റെ 3ാമത്തെ മര്യാദ, നോമ്പിന്റെ 4ാമത്തെ മര്യാദ, അതും ഈ ഗുണങ്ങളെല്ലാം ഉണ്ടാക്കിയെടുക്കാനുള്ള മാർഗമാണ്. ഈ പറയപ്പെട്ട ഖുർആനുമായി നമുക്ക് ബന്ധപ്പെടണമോ? ദിക്ർ ദുആകളിൽ നമ്മളെ കെട്ടിപ്പൂട്ടണമോ? ഹറാമുകളും അതുപോലെ തന്നെ പാപങ്ങളും ഉപേക്ഷിക്കണമോ? അതിനുള്ള വഴിയാണ് 4ാമത്തെ മര്യാദ. വലാ തുബാശിറൂഹുന്ന വഅൻതും ആകിഫൂന ഫിൽ മസാജിദ്. നമസ്കാര സ്ഥലങ്ങളിൽ അധികമായി കഴിച്ചുകൂട്ടൽ, ഇതിന് ഇഅ്തികാഫ് എന്ന് പറയുന്നു. പുരുഷന്മാര് മസ്ജിദുകളിൽ, സ്ത്രീകൾ നമസ്കാര സ്ഥലങ്ങളിൽ അധികമായി കഴിച്ചുകൂട്ടൽ. ആവശ്യത്തിന് വെളിയിലേക്ക് ഇറങ്ങുന്നു, ഒരു കുഴപ്പവുമില്ല. ആവശ്യം കഴിയുന്നു, ഉടനെ അള്ളാഹുവിന്റെ വീട്ടിലേക്ക് വരും. അള്ളാഹു മസ്ജിദുകളുമായി ബന്ധപ്പെട്ടവർക്ക് ഉയർന്ന പ്രതിഫലം നൽകുമാറാകട്ടെ. ഓരോ മസ്ജിദും ഒന്നിനൊന്നിന് മെച്ചം, മാഷാ അല്ലാഹ്. ഈ സമുദായത്തിൽ ധാരാളം വീഴ്ചകളും കുഴപ്പങ്ങളും ഉണ്ടെങ്കിലും ഇന്നും അൽഹംദുലില്ലാഹ് മസ്ജിദിന്റെ വിഷയത്തിൽ സമുദായം ഉന്മേഷത്തിലാണ്. എത്ര സൗകര്യമാണ്, എത്ര നല്ല വിരിപ്പുകൾ, എത്ര നല്ല സൗകര്യം. ചില മസ്ജിദുകളുമായി ബന്ധപ്പെട്ടവർക്ക് അല്ലാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ. നമസ്കാരം കഴിഞ്ഞ ഉടനെ ജയിൽ പോലെ പൂട്ടുന്നൊരു സ്വഭാവം, പ്രവണതയുണ്ട്. ആ ഒരു ദൗർബല്യം വലിയ അപകടകരമായ ദൗർബല്യമാണ്. മസ്ജിദുകൾ തുറന്നിടൽ, ശരിയാണ്, സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ സൂക്ഷിക്കുന്ന ആളുകളെ നിയന്ത്രിച്ചുകൊള്ളും. പക്ഷേ മസ്ജിദുകളിൽ എപ്പോഴും ആളുകൾക്ക് വരാൻ സൗകര്യം ചെയ്യും. അള്ളാഹുവിന്റെ വീടുകളിൽ വരും, നമ്മളവിടെ അധികമായി കഴിച്ചുകൂട്ടും. നമ്മുടെ സ്ത്രീകളോട് പറയും, നിങ്ങൾക്ക് ഇതേ കൂലി ഇൻഷാ അല്ലാഹ് കിട്ടും, നമസ്കാര സ്ഥലത്ത് അധികമായി കഴിഞ്ഞുകൂടും. നമ്മൾ ഭാര്യമാരെ പ്രേരിപ്പിക്കും, എനിക്ക് ഏറ്റവും സന്തോഷം നീ നമസ്കാര കുപ്പായമിട്ട സന്ദർഭത്തിലാണ്, എനിക്ക് ഏറ്റവും സന്തോഷം നീ നമസ്കാരത്തിന് പായിലിരിക്കുന്ന സമയത്താണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരോട് ഈ രീതിയിൽ സംവേദനം നടത്തുമായിരുന്നു. അതുകൊണ്ട് ഈ മുഴുവൻ പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ, മുഴുവൻ നന്മകൾ ചെയ്യാനുള്ള വഴിയാണ്
നമ്മൾ അള്ളാഹുവിന്റെ വീടുകളെ മുറുകെ പിടിക്കാൻ, അള്ളാഹുവിന്റെ വീട് അധികമായി കഴിച്ചുകൂട്ടൽ. ബാങ്കിന് മുമ്പ് തന്നെ നമ്മൾ മസ്ജിദുകളിൽ വരും, ദിക്റും ദുആയും ചെയ്തുകൊണ്ടിരിക്കും. പള്ളിയിൽ പാപങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇഅ്തികാഫിന്റെ അർത്ഥം തന്നെ പറയുന്നുണ്ട്, പാപങ്ങളെ തള്ളി എറിയുക എന്നതാണ്. നമസ്കാരം കഴിഞ്ഞ് വെപ്രാളം പിടിച്ച് പുറത്തോട്ട് പോകാതെ അവിടെ കുറെ നേരം ഇരിക്കും, ദിക്റും ദുആയും ചെയ്തുകൊണ്ടിരിക്കുന്നു, ഖുർആൻ ഓതി. എറണാകുളം പട്ടണത്തിൽ ഹോട്ടലിൽ ജോലി ചെയ്യുന്നൊരു സഹോദരൻ ഇന്നും അൽഹംദുലില്ലാഹ് 3 ദിവസത്തിലൊരു ഖതം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് സാധാരണക്കാരൻ, ഒരു പണ്ഡിതനുമില്ല, ഒരു ദിവസം 3 ദിവസം കൊണ്ടൊരു ഖതം ഖുർആൻ തീർക്കുന്നു. സുബഹിക്ക് കുറച്ച് മുമ്പ് വരും, ഒരു ജുസു ഓതും, കൂടുതലൊന്നുമില്ല. സുബഹി നമസ്കാരം കഴിഞ്ഞ് ഒരു ജുസു, ളുഹറിന് മുമ്പ് ഒരു ജുസു, ളുഹറിന് ശേഷം ഒരു ജുസു, ഒരു ദിവസം 10 ജുസു അങ്ങനെ തീർക്കും. അദ്ദേഹം കച്ചവടക്കാരനാണ്, ഹോട്ടലിലെ ജോലിക്കാരനാണ്, ജോലിക്ക് യാതൊരു വീഴ്ചയുമില്ല. ദീനെത്ര മധുരം, എത്ര മനോഹരം. വർഷങ്ങളായി അല്ലാഹുവിന്റെ ദാസൻ 3 ദിവസത്തിന്റെ ഖത്മ തീർത്തുകൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, പള്ളിയിൽ നിറങ്ങി ഓടുന്ന സ്വഭാവം മാറ്റി കുറച്ചു നേരം അവിടെ ഇരിക്കും. ളുഹറിന് മുമ്പ് നമ്മൾ വരും, കുറച്ച് ഖുർആൻ ഓതും, ശേഷം കുറച്ച് ഖുർആൻ ഓതും. ഇങ്ങനെ നമ്മൾ മസ്ജിദുകളിൽ അധികമായി കഴിച്ചുകൂട്ടൽ, അതിൽ പ്രധാനപ്പെട്ട ഒരു കഴിച്ചുകൂട്ടലാണ് റമദാൻ മാസത്തിന്റെ അവസാനം 10 ദിവസം പൂർണ്ണമായി ഇഅ്തികാഫിരിക്കും. അള്ളാഹുവിന്റെ വീടുകളിൽ പൂർണ്ണമായിട്ട് ഇഅ്തികാഫിരിക്കും. ഇതാണ് പ്രിയപ്പെട്ട സഹോദര നോമ്പാകാനുള്ള വഴി. അള്ളാഹു അവസാനം പറയുന്നു, തിൽക ഹുദൂദുല്ലാഹി ഫലാ തഖറബൂഹാ. ഗൗരവത്തിൽ പറയാണ്, മേൽ പറയപ്പെട്ട കാര്യങ്ങൾ പടച്ചവന്റെ നിയമാതിർത്തികളാണ്. ഇത് നിങ്ങൾ ചെയ്യണം, ഇതിനെതിരെ നിങ്ങൾ ചെയ്യരുത്. ഇതിനെതിരായ കാര്യങ്ങൾ അടുത്തേക്ക് പോലും പോകരുത്. കദാലിക യുബയ്യിനുല്ലാഹു ആയാതിഹി ലിന്നാസി ലഅല്ലഹും യത്തഖൂൻ. പടച്ചവൻ ഇപ്രകാരം അവന്റെ വചനങ്ങൾ ജനങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നു. ഇത് നിങ്ങൾ പാലിക്കുന്നതിലൂടെ നിങ്ങൾ മുത്തഖീങ്ങളായി മാറുന്നതാണ്. നോമ്പിനെ പറ്റിയുള്ള ഭാഷണത്തിന്റെ തുടക്കം തഖ്വയുണ്ടാകാൻ വേണ്ടി നിങ്ങൾ നോമ്പ് പിടിക്കുക. ഇത് പറഞ്ഞവസാനിപ്പിക്കുന്നു, ഈ കാര്യങ്ങൾ നിങ്ങൾ പാലിക്കുമോ നിങ്ങൾ തഖ്വയുണ്ടായിരിക്കും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒന്ന് നമ്മൾ പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടുന്നു. ഇതിന് പ്രസംഗമായിട്ട് കാണാതെ ജീവിതത്തിൽ ഉൾക്കൊള്ളിൽ. പരിശുദ്ധ ഖുർആനുമായി നമുക്കെല്ലാവർക്കും ഒരു സ്വന്തം മുസഹഫ് വേണം. എനിക്ക് സ്വന്തം ജുബ്ബ, സ്വന്തം മുണ്ട്, സ്വന്തം എനിക്ക് ബ്രഷ്, മുഴുവൻ കാര്യങ്ങളും സ്വന്തം. നമ്മളിൽ എത്ര പേർക്ക് സ്വന്തം ഖുർആനുണ്ട്? പള്ളിയിൽ ഇരിക്കുന്നല്ലോ, അതിനടുത്ത് നമ്മൾ ഓതിക്കോളി. പക്ഷെ സ്വന്തമായിട്ടൊരു മുസഹഫ് വേണം. നമുക്ക് സ്വന്തമായിട്ടൊരു ഖുർആനിന്റെ ആശയമുള്ള ഗ്രന്ഥം വേണം. അത് കെട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മൾ വരണം, അതുമായി നമ്മൾ ഇരിക്കണം. അധികമായി നമ്മൾ ഖുർആൻ ഓതി, ഖുർആനിന്റെ ആശയം മനസ്സിലാക്കി, സംശയം വരുന്നത് പണ്ഡിതന്മാരോട് ചോദിക്കുന്നു. സന്തോഷം കൊണ്ട് പറയുകയാണ്, എന്റെ ഒരു കൂട്ടുകാരൻ, അദ്ദേഹം ഒരു സാധാരണക്കാരനാണ്. തറാവീഹ് ഞാൻ നമസ്കരിക്കുമ്പോൾ അദ്ദേഹം ഖുർആൻ തുറന്നു വെച്ച് നമസ്കരിക്കുമായിരുന്നു. എന്റെ ഗുരുതരമായ 2-3 തെറ്റുകൾ അദ്ദേഹമാണ് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. സാധാരണക്കാരൻ, എന്റെ ഗുരുതരമായ 2-3 തെറ്റുകൾ, ഉസ്താദ് ഇവിടെ നിങ്ങൾ ഓതി, എനിക്കത് അവ്യക്തമാണ്, ഒന്നുകൂടെ നിങ്ങൾ ഓതി. നോക്കിയപ്പോൾ എനിക്ക് തെറ്റുവന്നിരിക്കുകയാണ്. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ എല്ലാവരുടെയും സ്വത്താണ്. അമുസ്ലിമീങ്ങൾ ഖുർആൻ കാണാതെ പഠിച്ചുകൊണ്ടിരിക്കുന്നു, പെൺകുട്ടികൾ ഖുർആൻ കാണാതെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ എന്ന് പഠിക്കും നമ്മൾ? അതുകൊണ്ട് സഹോദരങ്ങളെ, ഒന്ന് ഖുർആൻ ഓതി, 2 നമ്മൾ പരിശുദ്ധ ഖുർആൻ ഹാഫിദീങ്ങളെ പുറകിൽ കേൾക്കും. പിന്നെ തറാവീഹ് നമസ്കാരത്തിന്റെ മസല മനസ്സിലാക്കും. തറാവീഹ് നമസ്കാരം ഏറ്റവും നല്ലത്, നമുക്ക് നമസ്കാരം ഖളാ ആയിട്ടുണ്ടെങ്കിൽ ആ ഖളാ വീട്ടുന്ന നിയ്യത്തിൽ നമസ്കരിക്കലാണ്. നമ്മളിൽ പലർക്കും നമസ്കാരം ഖളാ ആയി കാണും. അത് മിക്കവാറും ഖളാ ആകുന്ന യാത്രയിലാണ്. യാത്രയിൽ, നീണ്ട യാത്രയിൽ ളുഹർ, അസർ, ഇശാ, സുബഹി 2 റക്അത്ത് വീതം നമസ്കരിച്ചാൽ മതി. മഗ്രിബ് 3 റക്അത്ത് നമസ്കരിക്കണം. ഖളായ ളുഹർ, സുബഹി നമസ്കാരം ഞാൻ അല്ലാഹുവിനോട് നമസ്കരിക്കുന്നു 2 റക്അത്ത്, ളുഹർ 2 റക്അത്ത്, അസർ 2 റക്അത്ത്, ഇശാ 2 റക്അത്ത്, 9 10ാമത്തെ റക്അത്ത്
നമ്മൾ മഗ്രിബ് നമസ്കരിക്കും. അങ്ങനെ ഖളാ വീട്ടുന്ന നമസ്കാരം വളരെ എളുപ്പമാണ്. നമുക്ക് 20 റക്അത്ത് വളരെ എളുപ്പത്തിൽ തീരുന്നതാണ്. അങ്ങേയറ്റം ആനന്ദകരമായി അനുഭവപ്പെടുന്നതാണ്. ഇനി നമുക്കാർക്കെങ്കിലും നമസ്കാരം ഖളാ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഖളാ ഉണ്ട് പക്ഷെ ഖളാ വീട്ടാൻ ഇപ്പോൾ ഉടനെ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ നമുക്ക് ഇരുന്നും തറാവീഹ് നമസ്കരിക്കാവുന്നതാണ്. ഫർദ് നമസ്കാരങ്ങൾ നിർബന്ധമായും നിൽക്കാൻ കഴിവുള്ളവർ നിന്ന് തന്നെ നമസ്കരിക്കണം. തറാവീഹ് നമസ്കാരം ഇരുന്ന് നമസ്കരിക്കാവുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, തറാവീഹ് നമസ്കാരത്തിന് ശ്രദ്ധ കാണിക്കും. പരിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾ നമ്മൾ മനസ്സിലാക്കി, ഖുർആനിക പ്രബോധനങ്ങൾ നമ്മൾ നടത്തി. 2 നമ്മൾ ദിക്റുകളും ദുആക്കളും അധികരിപ്പിക്കുന്നു. അമൂല്യമായ സമയമാണ്, അല്ലാഹുവിന്റെ ഖബൂലിയത്തിന്റെ സമയമാണ്. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മരടി, നോമ്പുകാരൻ നോമ്പ് തുറക്കുന്നതുവരെയും അവന് ദുആക്കൾ സ്വീകരിക്കപ്പെടുന്നതാണ്. നോമ്പ് തുറക്കുന്നതുവരെയും സുബഹി മുതൽ മഗ്രിബ് വരെയും അധികമായി പടച്ചവരോട് ദുആ ചെയ്യൽ. പടച്ചവരോട് നമ്മൾ കൈനീട്ടി ഉസ്താദന്മാരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കും. നമ്മളെപ്പോഴാണ് ദുആ ചെയ്യും? നമ്മൾ ദുആ ചെയ്യും. അധികമായി അല്ലാഹുവിനോട് നമ്മൾ താളുകയാണ് ദുആയിരക്കൽ. നമുക്ക് നമ്മുടെ മാതാപിതാക്കൾക്ക്, കൂട്ടുകുടുംബത്തിന്, ദുനിയാവിന്റെ കാര്യം, ആഖിറത്തിന്റെ കാര്യം ദുആയിരക്കൽ. 3ാമത്തെ കാര്യം, നോമ്പിന്റെ നിയമങ്ങൾ എല്ലാവരും സൂക്ഷിക്കുന്നു. പകൽ സമയത്ത് ആഹാരപാനീയങ്ങൾ വേണ്ട. പകൽ സമയത്ത് നമ്മൾ ശാരീരിക ബന്ധങ്ങൾ, ഭാര്യമാരുമായുള്ള ബന്ധങ്ങൾ വേണ്ട. ഇതിന്റെ അർത്ഥം അവരെ ആട്ടി അകറ്റണമെന്നല്ല. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പുകാരനായിരിക്കവേ ഭാര്യയെ ചുംബിക്കുമായിരുന്നു. ആദരവിന്റെ ചുംബനം. അതുകൊണ്ട് നമ്മൾ അവരുമായി സ്നേഹത്തെ, പക്ഷേ ശാരീരിക ബന്ധമില്ല. പിന്നെ ആഹാരപാനീയങ്ങൾ, ഇതിന്റെ മസല ശരിക്കും മനസ്സിലാക്കി. നമ്മൾ മുസ്ലിമീങ്ങൾക്കാണ് ആഹാരപാനീയങ്ങൾ പാടില്ലാത്തത്. ആ മുസ്ലിമീങ്ങൾ ആഹാരം കഴിക്കാൻ പാടില്ല, ഇങ്ങനെയൊന്നുമില്ല. അവർ കഴിക്കുക, ഒരു കുഴപ്പമില്ല. ആശുപത്രിയുടെ പരിസരത്തുള്ള പാവത്തുകൾ കഴിച്ചുകൊള്ളട്ടെ, ഒരു കുഴപ്പവുമില്ല. നമ്മുടെ ആഹാരപാനീയങ്ങൾ സൂക്ഷിക്കണം. പിന്നെ അതിനോടുകൂടി നോമ്പിന്റെ മര്യാദകൾ പാലിക്കും. നാവിനെ സൂക്ഷിക്കണം. ഏറ്റവും ഗുരുതരം, എന്നെയും നിങ്ങളെയും അപകടത്തിൽപ്പെടുത്തിയിരിക്കുന്ന പ്രവണത നാവിനെ സൂക്ഷിക്കുന്നു, കാതിനെ സൂക്ഷിക്കുന്നു, കണ്ണിനെ സൂക്ഷിക്കുന്നു, അവയവങ്ങളെ സൂക്ഷിക്കുന്നു. പ്രത്യേകിച്ചും വയറ്റിൽ ഹറാമായ ആഹാരം പോകാതിരിക്കാൻ ശ്രദ്ധിക്കുന്നു. അവസാനമായി ഈ ഗുണങ്ങൾ മുഴുവനും ഉണ്ടാകാനുള്ള വഴി ഇഅ്തികാഫ് അധികരിപ്പിക്കുന്നു. പുരുഷന്മാർ മസ്ജിദുകളിൽ വന്നിരിക്കുന്നു. കിടക്കണമെങ്കിൽ കിടക്കാം. കട്ടിയുള്ള വിരിപ്പ് വിരിച്ച് പള്ളികളിൽ കടന്നുകൊള്ളിൽ. അള്ളാഹുവിന്റെ വീടുകളിൽ യാചകന്മാരായി, പടച്ചവന്റെ വീടുകളിൽ അഭയാർത്ഥികളായി പടച്ചവനോട് നമ്മൾ കാരുണ്യം ചോദിച്ചുകൊണ്ട് കിടക്കിൽ ഇരിക്കിൽ. സ്ത്രീകൾ അവരുടെ വീടുകളിൽ നമസ്കാര പായകളിൽ അധികമായി കഴിച്ചുകൂട്ടാൻ പറയും. ഇതിലൂടെ ഇൻഷാ അല്ലാഹ് നമ്മുടെ നോമ്പായി തീരും. ഈ നോമ്പിന്റെ ഗുണങ്ങൾ നിലനിൽക്കും. ഈ നോമ്പ് നമ്മുടെ ജീവിതത്തിന് വഴിവിളക്കായി മാറും. നമ്മെ നന്മയിലേക്ക് കൊണ്ടുപോകും, തിന്മകളിൽ നിന്നും തടയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരിക്കൽ കൂടി പറയുന്ന അമൂല്യമായ സമയമാണ്. കഴിഞ്ഞ വർഷം ഈ സമയത്ത് ജീവിച്ചിരുന്ന് റമദാൻ മാസത്തെ വളരെ നല്ല നിലയിൽ വിനിയോഗിച്ച അള്ളാഹുവിന്റെ ധാരാളം ദാസന്മാരും ദാസിമാരും ഇന്ന് ഖബറിന്റെ ഉള്ളിലാണ്. റഹ്മാനായ റബ്ബ് നമുക്ക് ഒരു അവസരം കൂടി നൽകിയിരിക്കുന്നു. എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുഹൃത്ത് തിരുവനന്തപുരത്തായിരുന്ന സമയത്ത് ഈ പറയപ്പെട്ട കാര്യങ്ങൾ, പ്രത്യേകിച്ചും തറാവീഹ് നമസ്കാരം ഒരു കടുത്ത ജോലിയാണ് അദ്ദേഹം. പക്ഷെ തറാവീഹ് കൃത്യമായി വന്നിരുന്നു. ചെറിയ അസുഖം ഇന്നലെ വൈകുന്നേരം അള്ളാഹുവിലേക്ക് യാത്രയാവുകയുണ്ടായി. അള്ളാഹു പരിപൂർണ്ണ മഗ്ഫിറത്ത് മർഹമത്ത് നൽകുമാറാകട്ടെ. ഞാൻ ഞെട്ടിപ്പോയി. ഒരു ചെറിയ അസുഖം ഒന്നുമില്ല. ഇന്നത്തെ കാലഘട്ടം ആ രീതിയിലാണ്. നല്ല ആരോഗ്യവാന്മാർ ഒറ്റയടിക്കാണ് തകടം പറഞ്ഞ് ഖബറിലേക്ക് പോകുന്നത്. വളരെ ഉന്മേഷം, നല്ല ആരോഗ്യം. എന്റെ കൂട്ടത്തിൽ ഹജ്ജിനും വന്നിട്ടുണ്ട്. മുഴുവനും ഖിദ്മത്ത് സേവനത്തിൽ കഴിഞ്ഞ ഒരു ദാസൻ ചെറിയ രോഗം വന്നു, അള്ളാഹുലേക്ക് യാത്രയായി. അള്ളാഹു എനിക്കും നിങ്ങൾക്കും ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. നമ്മൾ മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ ഉപകാരികൾ, പ്രത്യേകിച്ചും ഈ പറയപ്പെട്ട നൗഷാദ് സാഹിബ്, അള്ളാഹു തന്നെ ഇവർക്കെല്ലാം പരിപൂർണ്ണ മഗ്ഫിറത്ത് റഹ്മത്ത് നൽകുമാറാകട്ടെ. അള്ളാഹു നൽകിയിരിക്കുന്ന ജീവനത്തിന് മഹത്വം മനസ്സിലാക്കി നമുക്ക് സമയത്തെ നല്ല നിലയിൽ വിനിയോഗിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ഈ റമദാൻ മാസം നമുക്ക് മുഴുവൻ സഹോദരന്മാർക്കും അനുഗ്രഹത്തിന്റെ, ഐശ്വര്യത്തിന്റെ, റഹ്മാത്ത് ബറക്കാത്തുകളുടെ, മഗ്ഫിറത്തുകളുടെ
നരകശിക്ഷയിൽ നിന്ന് രക്ഷയുടെ മാസമാക്കി അള്ളാഹു മാറ്റുമാറാകട്ടെ. അള്ളാഹു എല്ലാ രോഗങ്ങൾക്ക് ശമനം നൽകുമാറാകട്ടെ. എല്ലാവരും ദുഃഖങ്ങളും ദുരിതങ്ങളും അള്ളാഹു ദൂരീകരിക്കുമാറാകട്ടെ. അള്ളാഹു ഈ മസ്ജിദിനെ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, എല്ലാ സഹോദരങ്ങളും ഇവിടെ കൂട്ടിക്കൊണ്ട് വിളിച്ചുകൊണ്ടുവരും. മനോഹരമായ മസ്ജിദ് ആളുകൾ നിറഞ്ഞു നിൽക്കട്ടെ. നിറഞ്ഞതിന് രണ്ടാം നിലയ്ക്ക് വേണ്ടി നമ്മൾ ചിന്തിക്കണം, പിന്നീട് മൂന്നാം നിലയ്ക്ക് വേണ്ടി ചിന്തിക്കണം. അതുകൊണ്ട് സഹോദരങ്ങൾ മസ്ജിദിലേക്ക് ആളുകളെല്ലാം കൂട്ടിക്കൊണ്ടുവരും. വരുന്ന മുഴുവൻ സഹോദരങ്ങളെയും സ്നേഹത്തോടുകൂടി സ്വീകരിക്കൽ. ഇവിടെ നടക്കുന്ന മദ്രസയും അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ഈ പരിസരത്തുള്ള എല്ലാ മക്കൾക്കും അത് പ്രയോജനപ്രദമാക്കുമാറാകട്ടെ. ഈ മസ്ജിദുമായി ബന്ധപ്പെട്ട മുന്നിൽ കാണുന്ന എല്ലാ പദ്ധതികളും എല്ലാവരുടെ പ്രവർത്തനങ്ങളും റഹ്മാനായ റബ്ബ് ഖൈറിനും ബർക്കത്തിനും സലാമത്തിനും ആഫിയത്തിനും ആക്കുമാറാകട്ടെ. വാഹിർ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.